അശ്വിനി ചെന്നായി എന്ന് പറഞ്ഞൊരു ഹിന്ദു ഈ കേസിൽ പ്രതിയാണ്. HR ഹെഡ്. അത് നിങ്ങൾ മറക്കും. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ഇതിൻ്റെ മൊത്തം മാസ്റ്റർ ബ്രെയിൻ. നിത ഖാൻ HR ഹെഡാണ് എന്ന് പറഞ്ഞു. ഇവളാണ് പ്ലാൻ. അത് ഞാൻ ന്യൂസ് 18 കണ്ടു, NDTVയിൽ കണ്ടു, വേറെ ഒരു ABPയിലാണെന്ന് തോന്നുന്നു, ABPയിലും കണ്ടു. ഇവളാണ് ഇതിൻ്റെ കക്ഷി. ഈ കക്ഷി ഒളിവിലാണെന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക സ്പൈസ് കൂട്ടുന്നത്. അപ്പോൾ ഇന്നലെ അല്ല, അപ്പോൾ അവർ ഒളിവിലല്ല, അതിൻ്റെ കഥ വെളിയിൽ വരുന്നത്. അവർ ബോംബെയിലാണ്. ഈ സംഭവത്തിന് മുമ്പ് തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ ലീവിൽ പോയി. ഇപ്പോൾ അവരെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതാണ് കേൾക്കുന്നത്. അവർ ഒളിവിലെന്ന് മാത്രമല്ല, ഇവരിതിൻ്റെ HR ഹെഡുമല്ല. ഇവരവിടുത്തെ ഒരു സാധാരണ ജീവനക്കാരാണ്. കുടുംബക്കാർ പറഞ്ഞാൽ അവരവിടുത്തെ BPO ആണല്ലോ, ടെലിഫോൺ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കക്ഷിയാണെന്നാണ് പറയുന്നത്. ആടിനെ പട്ടിയാക്കുന്ന കഥ. പക്ഷേ ഉണ്ട് ഒരു HR മാനേജർ. സുകേഷ്, അതാണ് തമാശ. ആ സ്ത്രീ അവർ അറസ്റ്റിലാണ്. പക്ഷെ അവരുടെ പേര് പറയാൻ പറ്റില്ല, കാരണം അശ്വിനി ചെന്നായി എന്നാണ് പേര്. ഹിന്ദു ആയിപ്പോയി. കഥയ്ക്കകത്ത് ചേരില്ല. അപ്പോൾ അശ്വിനി ചെന്നായി എന്ന് പറഞ്ഞൊരു ഹിന്ദു ഈ കേസിൽ പ്രതിയാണ്. HR ഹെഡ്. അത് നിങ്ങൾ മറക്കും. എന്നിട്ടൊരു മുസ്ലിം പേരെടുത്ത് വെച്ചിട്ട് ഇവളാണ് ഇതിൻ്റെ HR ഹെഡ്, ഇവളാണ് ഈ പ്ലാൻ മുഴുവൻ ചെയ്തത്. ഇനി HR ഹെഡിൻ്റെ വല്ല കുറ്റം എന്താണെന്ന് അറിയാമോ? പരാതി പറയാൻ ചെന്നപ്പോൾ ആ പരാതി എൻ്റർടൈൻ ചെയ്തില്ല. ഇതാണ് വിഷയം. ഇത് പരസ്പരം ബന്ധമില്ലാത്ത കുറേ കഥകൾ വായുവിലെടുത്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരൊറ്റ മൂടിക്കകത്ത് മതപരിവർത്തനം എന്ന് പറയുകയാണ്. ഞാൻ ലളിതമായി ചോദിക്കട്ടെ, ഇതെല്ലാം നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, രണ്ടുപേർ തമ്മിൽ പ്രേമമായിരുന്നെന്നും ബന്ധമുണ്ടായിരുന്നെന്നും എന്നെ ചതിച്ചുവെന്നും പോലീസിൽ പരാതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതിക്കകത്ത് ഇയാൾക്ക് വേറെ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ചതിയല്ലേ? ഇനി അവർ തമ്മിലുള്ള പ്രേമത്തിൻ്റെ പുറത്താണെങ്കിൽ മതം മാറാൻ ഭർത്താവ് പുരുഷൻ സ്ത്രീയോ സ്ത്രീ പുരുഷനോ നിർബന്ധിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി അത് വേണേൽ അതെടുത്തോ. പക്ഷേ ബാക്കിയുള്ളവരുടെ പുറത്തുള്ള പരാതി എന്താ? NDTVയിലൊരു മുഖം മറച്ച ഒരാളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കും, ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ പറയും. ഇതൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് അതിലെ കുറ്റം. ശരി, ഇങ്ങനെയാണോ മതപരിവർത്തനം നടത്തുന്നത്? ഇങ്ങനെയാണോ മതപരിവർത്തനം നടത്തുക? ഒരു കുറച്ച് സ്ത്രീകളെ, 8 സ്ത്രീകളാണ് ഇന്നത്തെ പരാതിക്കാർ. ഈ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടും അവരോട് ഭയങ്കര സെക്ഷലി റിമാർക്സ് നടത്തിക്കൊണ്ടും അവരെ സെക്ഷലി ഹരാസ് ചെയ്തുകൊണ്ടുമാണോ ഇനി മതപരിവർത്തനം എന്നല്ല ഏതെങ്കിലും പരിവർത്തനം നടത്തുന്നത്? ഇങ്ങനെയാണോ പ്രേമിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത കുറേ ആരോപണങ്ങളെ മതപരിവർത്തനം എന്ന ഒരൊറ്റ ചരടിൽ കൂട്ടിക്കെട്ടിയിട്ടാണ് ഈ പരിപാടി ചേരുന്നതിൽ യാതൊരു സംശയവുമില്ല.